കിഡ്നി ഡിസീസസ് പ്രിവെൻഷൻ ആൻഡ് ഏർലി ഡിറ്റക്ഷനെ കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു ഡോക്ടർ ജോസഫ് വിനു, നെഫ്രോളജിസ്റ്റ്, കൊല്ലം. ഡോക്ടർ, ഏറ്റവും കൂടുതലായി കാണുന്ന കിഡ്നി പ്രോബ്ലം ഏതാണ്? നമ്മുടെ 100 കിഡ്നി രോഗികളെ എടുത്തു കഴിഞ്ഞാൽ 60% രോഗികൾക്കും കിഡ്നിയുടെ അസുഖം വരുന്നത് ഷുഗർ മൂലം, ഡയബറ്റിസ് മൂലമുള്ള കിഡ്നി രോഗമാണ് കോമൺ ആയിട്ട് കാണുന്ന കിഡ്നിയുടെ അസുഖം. പിന്നെ ഒരു 30% ആൾക്കാർക്ക് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ മൂലമുള്ള കിഡ്നി രോഗമുണ്ട്. പിന്നെ ബാക്കി 10% വൃക്കകളെ ബാധിക്കുന്ന പ്രതിരോധ ശേഷിയിലുള്ള വകഭേദങ്ങൾ കൊണ്ടുള്ള അസുഖങ്ങള്, പിന്നെ ജനിതകമായിട്ടുള്ള കാരണങ്ങള്, കിഡ്നിയിൽ സിസ്റ്റ് വരുന്ന അസുഖങ്ങൾ, അങ്ങനെയുള്ള കുറെ അസുഖങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും ആയിട്ടുള്ളത് ഡയബറ്റീസ് അഥവാ സ്നേഹം മൂലമുള്ള കിഡ്നി. ഡോക്ടർ, ഉപ്പും പ്രോട്ടീനും എങ്ങനെയാണ് കിഡ്നി ഹെൽത്തിനെ ബാധിക്കുന്നത്? കൂടുതൽ ഉപ്പ് കഴിക്കുന്ന ആളാണെങ്കിൽ ഈ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. മരുന്നുകൾ കഴിച്ചാൽ തന്നെ കൺട്രോൾ ആവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഉപ്പ് കൂടുതൽ കഴിക്കുന്നത് കിഡ്നി രോഗികൾ കഴിവതും ഒഴിവാക്കണം. അങ്ങനെ പ്രഷർ കൺട്രോൾ ചെയ്ത് വെച്ചാലേ ഉള്ളൂ രോഗങ്ങൾക്ക് ഒരു മോശമാവുന്ന ഒരു സ്ഥിതിയിലോട്ട് പോവാതിരിക്കാൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രോട്ടീനിന്റെ അളവ് ഒത്തിരി അങ്ങോട്ട് കുറയ്ക്കേണ്ട കാര്യമില്ല. സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരാള് നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോ ശരീരഭാരത്തിന് 1 ഗ്രാം പ്രോട്ടീനാണ് കഴിക്കേണ്ടത്. കിഡ്നി രോഗമുള്ള ആൾക്കാരിൽ ഇത്രയും കഴിക്കേണ്ട ആവശ്യമില്ല. 1 കിലോഗ്രാമിന് 0.6 മുതൽ 0.8 ഗ്രാം വരെ പ്രോട്ടീനാണ്. തീരെ കുറഞ്ഞു പോയാൽ ശരീരത്തിലേക്ക് നഷ്ടപ്പെടുകയും പ്രശ്നങ്ങൾ കൂടുതലായിരിക്കുകയും ചെയ്യും. വളരെ കൂടുതലായാൽ കിഡ്നി രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ, പ്രായമായവരിൽ മാത്രമാണോ കിഡ്നി രോഗങ്ങൾ കൂടുതൽ കാണുന്നത്? തീർച്ചയായും പ്രായമായവർക്കാണ് ആയിട്ട് കാണുന്നത്. എന്നിരുന്നാലും 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മുതൽ 80 വയസ്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും കിഡ്നി രോഗം വരാം. ഷുഗർ സംബന്ധമായ കിഡ്നി രോഗം അല്ലെങ്കിൽ പ്രഷർ സംബന്ധമായ കിഡ്നി രോഗം കൂടുതലും പ്രായമായ ആൾക്കാരിലാണ്. കുട്ടികൾ വരുന്നത് ജനിതകമായിട്ടുള്ള കിഡ്നി രോഗങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ആൽപോർട്ട് സിൻഡ്രോം, പിന്നെ ജന്മനാ കിട്ടുന്ന ഈ വൃക്കയുടെ വൈകല്യങ്ങൾ, അതുമെല്ലാം ഭാവിയിൽ കിഡ്നി രോഗത്തിലേക്ക് നയിച്ചേക്കാം. മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ ലീക്ക് ചെയ്ത് പോയിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ, നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയും, നീര് വെക്കുന്ന അസുഖം, ഇങ്ങനത്തെ അസുഖങ്ങളും കൂടുതലായിട്ട് കുട്ടികളിലാണ് കാണുന്നത്. ഈ ഷുഗർ, പ്രഷർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖമല്ല. ഇത് കൂടുതലും ജനിതകവും അല്ലെങ്കിൽ പ്രതിരോധ ശേഷിയിലുള്ള വ്യത്യാസങ്ങൾ മൂലം വരുന്ന അസുഖങ്ങളാണ്. ഡോക്ടർ, വൃക്കകളുടെ ആരോഗ്യത്തിനായി എന്തൊക്കെ ശീലങ്ങളാണ് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്? ഷുഗർ, പ്രഷർ ഒക്കെ കൂടുതലാണെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കണം. ഹെൽത്തി വെയിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അംശം കുറഞ്ഞു നിൽക്കാൻ ശ്രമിക്കണം. അപ്പോൾ വളരെ ചിട്ടയായ രീതിയിലുള്ള ഭക്ഷണവും കൃത്യമായ വ്യായാമവും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കാം. പുകവലി ദുശീലമാണ്. അപ്പൊ അത് ആടെ ഒഴിവാക്കേണ്ടതാണ്. ആരോഗ്യകരമായ ഭക്ഷണം, ഉള്ള വ്യായാമം, പിന്നെ ദുശീലങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു ജീവിതം നമ്മുടെ കിഡ്നികളെ ഹെൽത്തി ആക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ വെള്ളം കുടിക്കണം. സാധാരണ വൃക്കകൾക്ക് പ്രവർത്തിക്കാനായിട്ട് ഒരു 1/2 ലിറ്റർ വെള്ളമൊക്കെ മതി. മൂത്രത്തിന് ഒത്തിരി കട്ടി കൂടാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല്, ഇൻഫെക്ഷൻ ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ ഒരു 2 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നതും നല്ലതായിരിക്കും. ഡോക്ടർ, ജീവിതശൈലി മാറ്റങ്ങൾ എങ്ങനെയാണ് കിഡ്നി ഹെൽത്തിനെ ബാധിക്കുന്നത്? ആർക്കും ഒന്നിനും സമയമില്ല. തീർച്ചയായും വ്യായാമത്തിന്റെ ഇത് കുറഞ്ഞു, ഭക്ഷണ രീതി മാറി. കൂടുതലും ഫാസ്റ്റ് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അമിതവണ്ണമുള്ള ആൾക്കാരുടെ അളവ് കൂടി, ആൾക്കാരുടെ തോത് കൂടി. അങ്ങനെ ആ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളിൽ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായി തുടങ്ങി. ചില ഷുഗർ മൂലമുള്ള വൃക്കരോഗം, അല്ലെങ്കിൽ പ്രഷർ മൂലമുള്ള വൃക്കരോഗം, ഇതെല്ലാം കൂടി തുടങ്ങി. തീർച്ചയായും നമ്മുടെ ജീവിതശൈലി വന്ന മാറ്റങ്ങൾ നമ്മുടെ വൃക്കരോഗം ഉണ്ടാക്കുന്നതിന്റെ തോത് കൂട്ടിയിട്ടുണ്ട്. ആരോഗ്യപരമായ ഒരു മാറ്റം ഇല്ലെങ്കിൽ ഇനിയും ഇതേപോലെ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കാനാണ് സാധ്യത. ഒരു ചിട്ടയായ രീതിയിലുള്ള വ്യായാമം, നല്ല ഹെൽത്തി ഭക്ഷണം, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, തീർച്ചയായും നമുക്ക് വൃക്കരോഗം ഉണ്ടാവാനുള്ള സാധ്യത കുറച്ച് വെക്കാൻ പറ്റും. ഡോക്ടർ, ഏറ്റവും കൂടുതലായി കാണുന്ന കിഡ്നി പ്രോബ്ലം ഏതാണ്? നമ്മുടെ 100 കിഡ്നി രോഗികളെ എടുത്തു കഴിഞ്ഞാൽ 60% രോഗികൾക്കും കിഡ്നിയുടെ അസുഖം വരുന്നത് ഷുഗർ മൂലം, ഡയബറ്റിസ് മൂലമുള്ള കിഡ്നി രോഗമാണ് കോമൺ ആയിട്ട് കാണുന്ന കിഡ്നിയുടെ അസുഖം. പിന്നെ ഒരു 30% ആൾക്കാർക്ക് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ മൂലമുള്ള കിഡ്നി രോഗമുണ്ട്. പിന്നെ ബാക്കി 10% വൃക്കകളെ ബാധിക്കുന്ന പ്രതിരോധ ശേഷിയിലുള്ള വകഭേദങ്ങൾ കൊണ്ടുള്ള അസുഖങ്ങള്, പിന്നെ ജനിതകമായിട്ടുള്ള കാരണങ്ങള്, കിഡ്നിയിൽ സിസ്റ്റ് വരുന്ന അസുഖങ്ങൾ, അങ്ങനെയുള്ള കുറെ അസുഖങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും ആയിട്ടുള്ളത് ഡയബറ്റീസ് അഥവാ
പ്രമേഹം മൂലമുള്ള കിഡ്നി. ഡോക്ടർ, ഉപ്പും പ്രോട്ടീനും എങ്ങനെയാണ് കിഡ്നി ഹെൽത്തിനെ ബാധിക്കുന്നത്? കൂടുതൽ ഉപ്പ് കഴിക്കുന്ന ആളാണെങ്കിൽ ഈ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. മരുന്നുകൾ കഴിച്ചാൽ തന്നെ കൺട്രോൾ ആവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഉപ്പ് കൂടുതൽ കഴിക്കുന്നത് കിഡ്നി രോഗികൾ കഴിവതും ഒഴിവാക്കണം. അങ്ങനെ പ്രഷർ കൺട്രോൾ ചെയ്ത് വെച്ചാലേ ഉള്ളൂ രോഗങ്ങൾക്ക് ഒരു മോശമാവുന്ന ഒരു സ്ഥിതിയിലോട്ട് പോവാതിരിക്കാൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രോട്ടീനിന്റെ അളവ് ഒത്തിരി അങ്ങോട്ട് കുറയ്ക്കേണ്ട കാര്യമില്ല. സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരാള് നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോ ശരീരഭാരത്തിന് 1 ഗ്രാം പ്രോട്ടീനാണ് കഴിക്കേണ്ടത്. കിഡ്നി രോഗമുള്ള ആൾക്കാരിൽ ഇത്രയും കഴിക്കേണ്ട ആവശ്യമില്ല. 1 കിലോഗ്രാമിന് 0.6 മുതൽ 0.8 ഗ്രാം വരെ പ്രോട്ടീനാണ്. തീരെ കുറഞ്ഞു പോയാൽ ശരീരത്തിലേക്ക് നഷ്ടപ്പെടുകയും പ്രശ്നങ്ങൾ കൂടുതലായിരിക്കുകയും ചെയ്യും. വളരെ കൂടുതലായാൽ കിഡ്നി രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. A public awareness initiative from the makers of Zeblong and Zeblong Tea.